പ്രായമായ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പ്രോപ്പർട്ടി ഇഷ്ടദാനമായി നേടിയെടുത്ത് പിന്നീട് അതേ മാതാപിതാക്കളെ തന്നെ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കേസുകൾ ഈ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോപ്പർട്ടി കയ്യിൽ കിട്ടുന്നത് വരെ അച്ഛനോടും അമ്മയോടൊക്കെ വലിയ സ്നേഹമായിരിക്കും. ഈ സ്നേഹത്തിന്റെ പുറത്ത് തെറ്റിദ്ധരിച്ച് പാവം ഈ മാതാപിതാക്കൾ എൻ്റെ മകൻ എന്നെ നല്ലവണ്ണം നോക്കും, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ നല്ലവണ്ണം നോക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷയുടെ പുറത്ത് ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി എഴുതി കൊടുക്കും. ഇഷ്ടദാനമായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. പക്ഷേ പ്രോപ്പർട്ടി എഴുതി രജിസ്റ്റർ ചെയ്ത് കിട്ടിയതിന് ശേഷം ഇതേ മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുകയും അവരെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. പുതിയ കാലമാണ്. ബാധ്യതകളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു തലമുറയാണ് കൂടുതലായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ നിയമപരമായി ഒരു പ്രശ്നമുണ്ട്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 ഈ നിയമം നിലവിൽ വരുന്നത്. 2007 ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ പ്രായമായ ഒരു വ്യക്തി ഇഷ്ടദാനമായി നൽകുന്ന സമയത്ത് ഇഷ്ടദാനം ആർക്കാണ് നൽകുന്നത്? അവർ നൽകുന്ന ആളെ സംരക്ഷിക്കണം എന്നുള്ള ക്ലോസ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം ഇഷ്ടദാനമായി ലഭിച്ച വ്യക്തി ഈ മാതാപിതാക്കളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ഗിഫ്റ്റായി നൽകിയത് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നൽകിയ മാതാപിതാക്കൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളോടും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ ആർക്കോ ഇഷ്ടദാനമായി ഒരു പ്രോപ്പർട്ടി നിങ്ങളെ നോക്കണം എന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ അതിൽ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ നല്ല ഭംഗിയായി ചാലഞ്ച് ചെയ്യാൻ പറ്റും. ഇത്തരം ഒരു ഡീഡിനെ കോടതി പരിഗണിക്കുന്നത് ആ ഡീഡിൽ മാതാപിതാക്കളുടെ കൺസെന്റ് നേടിയത് വിഷിയേറ്റിംഗ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ വഞ്ചനയിലൂടെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്യായമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ കൺസെന്റ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡീഡ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താണോ അവർക്ക് ഗിഫ്റ്റായി നൽകിയത് അത് തിരിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഇത്തരത്തിൽ ക്രൂരബുദ്ധിയോടെ പെരുമാറുന്ന മുഴുവൻ മക്കളും മനസ്സിലാക്കിയിരിക്കുക, നിയമം നിങ്ങൾക്ക് എതിരാണ്.